ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ജമ്മു കാശ്മീരിലെ ശ്രീനഗറിൽ 6400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ നാളെ കേരളത്തിൽ. കോവളത്ത് രാജാനഗ പുരസ്കാര ചടങ്ങിനെ അഭിസംബോധന ചെയ്യും. കേരളത്തെ ഈ വർഷത്തോടെ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമാക്കി മാറ്റിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കൊപ്പം തന്നെ തൊഴിൽ മേഖലയിലും സ്ത്രീ പങ്കാളിത്തം ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി വീണ ജോർജ്. നാളെ മഹാശിവരാത്രി. ആലുവ, മണപ്പുറം ഉൾപ്പെടെ ശിവക്ഷേത്രങ്ങളിൽ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. വനിതാ പ്രീമിയം ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് UP വാരിയേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. രാത്രി 7:30 ന്യൂഡൽഹിയിലാണ് മത്സരം. വാർത്തകൾ വിശദമായി. ജമ്മു കാശ്മീരിന്റെ വികസനമാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രഥമ പരിഗണനയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശ്രീനഗറിൽ 6400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾ അദ്ദേഹം നാടിന് സമർപ്പിച്ചു. വികസിത് ഭാരത് വികസിത് ജമ്മു കാശ്മീർ പരിപാടിയിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. ചടങ്ങിൽ വിവിധ സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളുമായി സംവദിച്ച പ്രധാനമന്ത്രി വിവിധ സർക്കാർ വകുപ്പുകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 1000 ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകളും വിതരണം ചെയ്തു. കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെ സ്വദേശ് ദർശൻ സ്കീം 2.0 ൽ ഉൾപ്പെടുന്ന കുമരകം ടൂറിസം പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിർവഹിച്ചു. കവണാറ്റിൻകര KTDC വാട്ടർ സ്കേപ്പിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് അധ്യക്ഷനായ ചടങ്ങിൽ മന്ത്രി VN വാസവൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ കുമരകം പക്ഷിസങ്കേതത്തിന്റെ വികസനമാണ് നടക്കുക. കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പാക്കുന്ന സ്വദേശ് ദർശൻ 2.0 പദ്ധതിയിൽ കേരളത്തിൽ നിന്ന് കുമരകവും ബേപ്പൂരുമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ നാളെ കേരളത്തിലെത്തും. തിരുവനന്തപുരം കോവളത്ത് നടക്കുന്ന രാജാനഗ പുരസ്കാരദാന ചടങ്ങിനെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ചടങ്ങിൽ സംബന്ധിക്കും. ഇടുക്കി വാഗമണിലെ അഭിനവ ഗുപ്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കേരളത്തെ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമാക്കി ഈ വർഷത്തോടെ മാറ്റിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. LDF കണ്ണൂർ പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥ കൂടുതൽ സംരക്ഷിക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചടങ്ങിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷനായിരുന്നു. സർക്കാർ ഉടമസ്ഥതയിലുള്ള രാജ്യത്തെ ആദ്യത്തെ OTT പ്ലാറ്റ്ഫോമായ സി സ്പേസിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. മലയാള സിനിമയുടെ വളർച്ചയെ പരിപോഷിപ്പിക്കുന്ന നിർണായക ചുവടുവയ്പാണിതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കലാമൂല്യമുള്ള സിനിമകളെയും കലാകാരന്മാരെയും പ്രോത്സാഹിപ്പിക്കാനുള്ള ദൌത്യമാണ് സി സ്പേസിലൂടെ കേരളം ഏറ്റെടുക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കൊപ്പം തന്നെ തൊഴിൽ മേഖലയിലും സ്ത്രീ പങ്കാളിത്തം ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി വീണ ജോർജ്. കേരള വനിതാ കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം ജവഹർ ബാലഭവനിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര വനിതാ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഉന്നത വിദ്യാഭ്യാസം നേടുന്ന പെൺകുട്ടികൾ തൊഴിൽ മേഖലകളിലേക്ക് എത്തിച്ചേരാത്തത് വലിയ വെല്ലുവിളിയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ബാക്ക് ടു വർക്ക് പദ്ധതി, ക്രഷ്, നൈപുണ്യ പരിപാടികൾ എന്നിവ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഐക്യരാഷ്ട്രസഭയുടെ ഈ വർഷത്തെ വനിതാ ദിനത്തിന്റെ സന്ദേശം സ്ത്രീകളിൽ നിക്ഷേപിക്കുക, പുരോഗതി ത്വരിതപ്പെടുത്തുക എന്നതാണ്. സംസ്ഥാന യുവജന കമ്മീഷൻ യൂത്ത് ഐക്കൺ അവാർഡുകൾ പ്രഖ്യാപിച്ചു. വിവിധ സാമൂഹിക മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച യുവജനങ്ങൾക്കാണ് കമ്മീഷൻ അവാർഡ് നൽകുന്നത്. സംവിധായകനും തിരക്കഥാകൃത്തും അഭിനേതാവുമായ ബേസിൽ ജോസഫാണ് കലാ സാംസ്കാരിക മേഖലയിൽ നിന്ന് അവാർഡിന് അർഹനായത്. ലോങ് ജമ്പ് താരവും ഏഷ്യൻ ഗെയിംസ് വെള്ളി മെഡൽ ജേതാവുമായ ആൻസി സോജനാണ് കായിക രംഗത്തെ അവാർഡ്. യുവ കഥാകൃത്തുക്കളിൽ ശ്രദ്ധേയനായ K. അഖിലാണ് സാഹിത്യത്തിനുള്ള യൂത്ത് ഐക്കൺ പുരസ്കാരം. പൊതു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ലോക്സഭാ മണ്ഡലങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഭാരത് വികാസ് ഡയറി എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. നാളെ മഹാശിവരാത്രി. സംസ്ഥാനത്തെ ശിവക്ഷേത്രങ്ങളിൽ ശിവരാത്രി ആഘോഷത്തിനും ദർശനത്തിനുമുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. പിതൃബലിതർപ്പണത്തിന് ആലുവ, മണപ്പുറം ഒരുങ്ങി. അർദ്ധരാത്രിയോടെ ആലുവ ശിവക്ഷേത്രത്തിൽ പിതൃകർമ്മങ്ങൾ ആരംഭിക്കും. തർപ്പണത്തിനായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 100ഓളം ബലിത്തറകൾ ഒരുക്കിയിട്ടുണ്ട്. മണപ്പുറത്ത് പോലീസ് കൺട്രോൾ റൂം, ഫയർ സ്റ്റേഷൻ, മെഡിക്കൽ എമർജൻസി യൂണിറ്റ്, ആംബുലൻസ് സർവീസ് തുടങ്ങിയവ ഒരുക്കിയിട്ടുണ്ട്. നാവികസേനയുടെയും അഗ്നിശമന വിഭാഗത്തിന്റെയും മുങ്ങൽ വിദഗ്ധരുടെ സേവനവും ഉണ്ടായിരിക്കും.
ശിവരാത്രിയോടനുബന്ധിച്ച് കൊച്ചി മെട്രോ നാളെയും മറ്റന്നാളും സർവീസ് ദീർഘിപ്പിക്കും. ആലുവ മണപ്പുറത്ത് ബലിതർപ്പണത്തിന് എത്തുന്നവരുടെ സൌകര്യാർത്ഥമാണ് സമയം നീട്ടുന്നത്. ആലുവയിൽ നിന്നും തൃപ്പൂണിത്തുറ ടെർമിനലിൽ നിന്നും ഈ ദിവസങ്ങളിൽ രാത്രി 11:30 വരെ സർവീസ് ഉണ്ടായിരിക്കും. വീടുകളിൽ സമ്പൂർണ്ണ ഗ്രിഡ് ബന്ധിത സൌരോർജ്ജ സംവിധാനം സ്ഥാപിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ആദിവാസി ഗോത്ര മേഖലയാവുകയാണ് പാലക്കാട് ജില്ലയിലെ നടുപ്പതി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. സംസ്ഥാന സർക്കാരിന്റെ ഹരിത ഊർജ്ജ വരുമാന പദ്ധതിയുടെ ഭാഗമായി 40% കേന്ദ്ര സബ്സിഡിയോടെയാണ് നടുപ്പതിയിൽ സൌരോർജ്ജ പദ്ധതി നടപ്പാക്കിയിരിക്കുന്നത്. കോളനിയിലെ 120 വീടുകളിൽ 80 വീടുകളിലും 2 കിലോവാട്ട് ശേഷിയുള്ള സൌരോർജ്ജ പ്ലാന്റുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. ബാക്കി വീടുകളിൽ മേൽക്കൂരകൾ സജ്ജമാകുന്ന മുറയ്ക്ക് സൌരോർജ്ജ പ്ലാന്റുകൾ സ്ഥാപിക്കും. മേൽക്കൂരകളിൽ സ്ഥാപിച്ചിരിക്കുന്ന 2 കിലോവാട്ട് ഗ്രിഡ് കണക്റ്റഡ് സോളാർ പവർ പ്ലാന്റിൽ നിന്ന് പ്രതിദിനം ഏകദേശം 8 യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. വീട്ടാവശ്യത്തിന് ശേഷമുള്ള വൈദ്യുതി ഗ്രിഡിലേക്ക് നൽകാനും കഴിയും. ഇതിലൂടെ 4000 രൂപ കുടുംബ വാർഷിക വരുമാനവും ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. കാർഷിക പമ്പുകളുടെ സൌരോർജ്ജവൽക്കരണ പദ്ധതിയായ പ്രധാനമന്ത്രി കുസും പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോളനിയിലുള്ള 2 കാർഷിക പമ്പുകളുടെ സൌരോർജ്ജവൽക്കരണവും പൂർത്തിയായിട്ടുണ്ട്. കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകളുമായ പത്മജ വേണുഗോപാൽ ബിജെപിയിലേക്ക്. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തനിക്ക് നേരിടേണ്ടി വന്ന അവഗണനയിൽ മനമെടുത്താണ് തീരുമാനമെന്ന് ശ്രീമതി പത്മജ മാധ്യമങ്ങളോട് പറഞ്ഞു. അതിനിടെ പത്മജയുടെ തീരുമാനം ദൌർഭാഗ്യകരമെന്ന് സഹോദരനും കോൺഗ്രസ് നേതാവുമായ കെ മുരളീധരൻ പ്രതികരിച്ചു. പത്മജയ്ക്ക് പാർട്ടി എല്ലാം കൊടുത്തിട്ടുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. 2023-24 വർഷത്തെ കേരള സർവകലാശാല യുവജനോത്സവത്തിന് തിരുവനന്തപുരത്ത് തിരിതെളിഞ്ഞു. പാളയം കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ അല്പസമയത്തിന് മുൻപ് നടന്ന ചടങ്ങ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര നടി നവ്യ നായർ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥിയായി. വനിതാ പ്രീമിയം ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് UP വാരിയേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ധരംശാലയിൽ നടക്കുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് അവസാന ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരത്തിൽ ആദ്യ ഇന്നിംഗ്സിൽ ഒന്നാം ദിനം കളി അവസാനിച്ചപ്പോൾ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ 1 വിക്കറ്റ് നഷ്ടത്തിൽ 135 റൺസ് എന്ന നിലയിൽ. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് ആദ്യ ഇന്നിംഗ്സിൽ 218 റൺസിന് എല്ലാവരും പുറത്തായി. ആകാശവാണി കോഴിക്കോട് പ്രാദേശിക വാർത്താ വിഭാഗത്തിൽ എഡിറ്റോറിയൽ എക്സിക്യൂട്ടീവ്, ന്യൂസ് റീഡർ കം ട്രാൻസ്ലേറ്റർ തസ്തികയിലേക്ക് 2 വർഷ കരാർ അടിസ്ഥാനത്തിൽ പ്രസാർ ഭാരതി അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾ newsonar.gov.in/vacancies എന്ന വെബ്സൈറ്റിൽ. ഓൺലൈൻ അപേക്ഷകൾ application.prasarbharati.org എന്ന ലിങ്കിൽ മാർച്ച് 19-നകം ലഭിക്കേണ്ടതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ജമ്മു കാശ്മീരിലെ ശ്രീനഗറിൽ 6400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ നാളെ കേരളത്തിൽ. കോവളത്ത് രാജാനഗ പുരസ്കാര ചടങ്ങിനെ അഭിസംബോധന ചെയ്യും. കേരളത്തെ ഈ വർഷത്തോടെ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമാക്കി മാറ്റിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കൊപ്പം തന്നെ തൊഴിൽ മേഖലയിലും സ്ത്രീ പങ്കാളിത്തം ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി വീണ ജോർജ്. നാളെ മഹാശിവരാത്രി. ആലുവ മണപ്പുറം ഉൾപ്പെടെ ശിവക്ഷേത്രങ്ങളിൽ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. വനിതാ പ്രീമിയം ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് UP വാരിയേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. രാത്രി 7:30 ന്യൂഡൽഹിയിലാണ് മത്സരം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.